ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈഫ്രോക്സ്. ഇന്ന് മൈഫ്രോക്സിൽ ഞാനല്ല വീഡിയോ ചെയ്യുന്നത്, എൻ്റെ മോളാണ് ചെയ്യുന്നത്. മോൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഹായ്, ഞാൻ നന്ദന. ഞാൻ ഇനി 6ാം ക്ലാസ്സിലേക്കാണ്. ഇതേ കണ്ടോ, ഇതെല്ലാം ഞാൻ വരച്ച പടങ്ങളാണ്. ഇതൊരു ട്രിക്ക് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മൈഫ്രോക്സിൽ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ പടം തന്നെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ചെയ്യാൻ വാട്ടർ കളേഴ്സും പിന്നെ ഇതുപോലത്തെ ഒരു ഇയർബഡും മാത്രം മതി. കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഭംഗി വരുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് റെഡ്, ഡാർക്ക് ഓറഞ്ച്, ഓറഞ്ച്, ക്രോം യെല്ലോ, ലെമൺ യെല്ലോ എന്നീ കളറുകളാണ്. ആദ്യം നമ്മൾ മരത്തിൻ്റെ ഈ ഭാഗമാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ട കളറുകൾ ബ്ലാക്ക്, ലൈറ്റ് ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ, സ്കിൻ, പിന്നെ ഒരു ഇത്തിരി ഗ്രീൻ. ഇനി നമുക്ക് ഈ കളറുകൾ ഇതുപോലത്തെ ഒരു മിക്സിംഗ് പാലറ്റിലേക്ക് എടുക്കാം. ഞാനൊരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബഡ്സ് ഇങ്ങനെ മുക്കിയിട്ട് ആദ്യം നമ്മൾ എടുക്കുന്ന കളറ് ബ്ലാക്കാണ്. ബ്ലാക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലിങ്ങനെ മുക്കിയെടുത്ത ശേഷം ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു തുടങ്ങാം. ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്, A4 സൈസ് ഷീറ്റാണ്. ഇതിലേക്കാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലാക്കിൽ ബഡ്സ് മുക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വരയ്ക്കാം. ഇങ്ങനെ നമുക്കിത് വെച്ച് കുത്തി 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 പോകാം. ഇനി ഇത് ഉള്ളിലേക്ക് ഇത്തിരി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇയർബഡ് വെച്ച് നമുക്കിങ്ങനെ ചെറുതായിട്ട് കുത്തി 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 പോകാം. ഇത് ചെയ്യാൻ ഇത്തിരി നേരം എടുക്കുമെങ്കിലും ചെയ്തു വരുമ്പോൾ വളരെ ഭംഗിയായിരിക്കും. അടുത്ത കളർ എടുക്കുന്നതിന് മുമ്പ് ഈ ബ്രഷ് നന്നായിട്ട് കഴുകുക, അല്ലെങ്കിൽ നമ്മൾ എടുത്ത ബ്ലാക്ക് കളറ് ബ്രൗൺ കളറുമായി മിക്സ് ആവും. ഇനി നമുക്ക് അടുത്ത കളർ എടുക്കാം. ഡാർക്ക് ബ്രൗൺ ആണ് അടുത്ത കളറ്. നമ്മൾ ബ്ലാക്ക് ചെയ്ത പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകണം. ഇതിൻ്റെ ഇവിടുന്ന് തുടങ്ങണം. ബ്ലാക്കിലേക്ക് ഇത്തിരി ഇങ്ങനെ ബ്രൗൺ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരണം. ഒരുപാട് കയറി പോകരുത്. ഇനി നമുക്ക് അടുത്ത കളർ എടുക്കാം. ഇനി യൂസ് ചെയ്യുന്നത് ലൈറ്റ് ബ്രൗൺ ആണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. സ്കിന്നാണ് മെയിൻ കളറ്. നമ്മൾ ഇത് അടിച്ച ശേഷം വെള്ളമൊന്നും അധികം തൊടേണ്ടി വരില്ല. പതിയെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ മതി. സ്കിൻ കുറച്ച് വെള്ളമായിട്ട് കിടന്നാലും കുഴപ്പമില്ല, അത് ഇവിടെ കണക്റ്റ് ആവും. അപ്പോൾ കാണാനൊരു ഒറിജിനാലിറ്റി കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ സ്കിൻ അടിച്ചു പോകാം. ഇപ്പം നമ്മൾ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്രീൻ ആവശ്യമുണ്ട്. ഇതുപോലെ ഗ്രീൻ നന്നായിട്ട് ബ്രഷ് തുടയ്ക്കണേ. ഗ്രീൻ ഇങ്ങനെ ലൈറ്റാക്കുക വെച്ചിട്ട് ഇത്തിരി എടുത്തിട്ട് ഇങ്ങനെ 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 ലൈറ്റാക്കി എടുക്കുക. വെള്ളത്തിൽ മുക്കിയിട്ട് വളരെ ലൈറ്റാക്കണേ. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട്, ഈ ഒരു ബ്രൗണിൻ്റെ ഭാഗത്തായിട്ട് പതിയെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതാ ഒരു പായലിൻ്റെ ഫീല് കിട്ടാനാണ്. അപ്പോൾ നമ്മൾ ട്രങ്ക് പോർഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലീവ്സിൻ്റെ പോർഷൻ ചെയ്യാം. ലീവ്സിൻ്റെ പോർഷൻ ചെയ്യാനുള്ള കളർ എടുക്കാം. നമുക്ക് ട്രങ്ക് ചെയ്ത പോലെ തന്നെ ലീവ്സും ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ബഡ്സ് നന്നായിട്ട് കഴുകുക, അല്ലെങ്കിൽ ആ കളറ് മിക്സ് ആവും റെഡിൻ്റെ കൂടെ. ആദ്യം എടുക്കുന്ന കളറ് റെഡാണ്. റെഡ് എടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ജസ്റ്റ് റെഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം. അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡാർക്ക് ഓറഞ്ച് ആണ് എടുക്കുന്നത്. റെഡ് എടുത്ത പോലെ തന്നെ ഡാർക്ക് ഓറഞ്ച് എടുക്കാം. ഇതുപോലെ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. കുറച്ച് ഡാർക്ക് ഓറഞ്ച് റെഡിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ലൈറ്റ് ഓറഞ്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
അപ്പം നമ്മുടെ ട്രീ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ഫിനിഷിങ് ടച്ച് ഉണ്ട്. യെല്ലോ ഈ ട്രങ്കിൻ്റെ സ്കിൻ അടിച്ച ഭാഗത്തായിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം. വെയിലടിക്കുന്നതായിട്ട് തോന്നിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ ഒരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് വരച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ പടം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഗ്രീൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം, ഡിഫറെൻ്റ് ടോണുള്ള ഗ്രീൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ബ്ലൂ ഷെയ്ഡ്സ് യൂസ് ചെയ്തൊരു മൗണ്ടൻ വരച്ചിട്ടുണ്ട്, ഇതുപോലത്തെ ഒരു ഇത് വരച്ചിട്ടുണ്ട്. അതും പിൻവെച്ച് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.